good morning. നമ്മൾ പ്രഗ്നൻസിയിലെ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അല്ലേ. പ്രഗ്നൻസിയിൽ ആവശ്യമുള്ള ഏതൊക്കെ ഡിമാൻഡ് കൂടിയ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പൊ നമ്മൾ എനർജി ഡിസ്കസ് ചെയ്തു, പ്രോട്ടീൻ, ഫാറ്റ്, അതുപോലെ കാൽഷ്യം, അയൺ, സോഡിയം, അയഡിൻ, സിങ്ക്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഞങ്ങൾക്ക് ആർ ഡി എ ടേബിൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും വിചാരിക്കുന്നു. ആർ ഡി എ ടേബിൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. വൈറ്റമിൻ എന്റെ താഴെ രണ്ട് ന്യൂട്രിയൻസ് കൊടുത്തിട്ടുണ്ടാവും, റെറ്റിനോളും ബീറ്റാ കരോട്ടീനും. ഇപ്പൊ വൈറ്റമിൻ എ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്, റെറ്റിനോളും ബീറ്റാ കരോട്ടീനും. സിംപ്ലി പറയുകയാണെങ്കിൽ റെറ്റിനോൾ ഇസ് എ ടൈപ്പ് ഓഫ് വൈറ്റമിൻ എ പ്രസന്റ് ഇൻ മീറ്റ്, ആനിമൽ ഫുഡ്സ്. ആനിമൽ ഫുഡ്സിൽ കാണുന്ന വൈറ്റമിൻ എനെ നമ്മൾ റെറ്റിനോൾ എന്നാണ് പറയാം. അതുപോലെ ബീറ്റാ കരോട്ടീൻ ഇസ് ദ വൈറ്റമിൻ പ്രസന്റ് ഇൻ പ്ലാന്റ് ഫുഡ്സ്. പ്ലാന്റ് ഫുഡ്സിലുള്ള വൈറ്റമിൻ വൈറ്റമിൻ എനെ നമ്മൾ ബീറ്റാ കരോട്ടീൻ എന്ന് പറയും. ഇപ്പൊ ആനിമൽ ഫുഡ്സിലുള്ളത് റെറ്റിനോളും പ്ലാന്റ് ഫുഡ്സിലുള്ളത് ബീറ്റാ കരോട്ടീനും. ഇപ്പൊ നമുക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഫസ്റ്റ് തന്നെ മാനില് അല്ലെങ്കിൽ വിമനിലാണെങ്കിലൊക്കെ 600 ആണ് റെറ്റിനോൾ കാണുന്നത്. ബീറ്റാ കരോട്ടീൻ ആണെങ്കിൽ അതിന്റെ 8 ടൈംസ് 4800. എപ്പോഴും റെറ്റിനോളിന്റെ 8 ടൈംസ് കൂടുതലാവും ബീറ്റാ കരോട്ടീൻ. ഏത് ആർ ഡി എ ഗ്രൂപ്പ് എടുത്താലും അങ്ങനെ തന്നെയാ വരിക. അപ്പൊ അതിന് നമുക്ക് എന്താ മനസ്സിലാക്കുക? ഇപ്പൊ റെറ്റിനോൾ 600 മൈക്രോഗ്രാം ആണ് പെർ ഡേ ഒരാളെ റിക്വയർമെന്റ് എങ്കിൽ ബീറ്റാ കരോട്ടിന്റെ കേസിൽ വരുമ്പോൾ അത് 4800 ആവും. എന്ന് പറഞ്ഞാല് റെറ്റിനോൾ 600 മതി, മറ്റത് 4800 വേണമെന്ന് പറഞ്ഞാൽ ദ ബയോ അവൈലബിലിറ്റി ഇസ് മോർ ഫോർ റെറ്റിനോൾ. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്ത് കഴിച്ചാൽ അതിന്റെ അബ്സോർപ്ഷൻ കൂടണം അല്ലെ. അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ അത് എമൗണ്ട് കുറയും. അപ്പം റെറ്റിനോൾ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. ഓക്കെ, കമ്പയർഡ് ടു ബീറ്റാ കരോട്ടീൻ, retinol is a type of vitamin A which can be easily absorbable to our body. നമ്മുടെ ബോഡിക്കാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആവുന്ന വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ ആണ്. അതുകൊണ്ടാണ് റെറ്റിനോൾ കുറച്ചും ചെറിയ എമൗണ്ടും ബീറ്റാ കരോട്ടീൻ കൂടുതൽ എമൗണ്ടും കാണുന്നത്. ഇപ്പൊ പ്രഗ്നൻസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ആർ ഡി എ എന്ന് പറഞ്ഞാൽ 6400 മൈക്രോഗ്രാം ആണ്. It is about beta carotene ആണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ആർ ഡി എയില് എപ്പോഴും റെറ്റിനോൾ ഇൻറ്റു 8 ആണ് ബീറ്റാ കരോട്ടീൻ വരിക. നമുക്ക് അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചാൽ മതി, ഇൻറ്റു 8 നോക്കുക. അപ്പൊ വൈറ്റമിൻ എ റിക്വയർമെന്റ് ബീറ്റാ കരോട്ടീൻ റിക്വയർമെന്റ് ഫോർ എ പ്രഗ്നന്റ് ലേഡി ഇസ് 6400 മൈക്രോഗ്രാം. ഇപ്പൊ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കറിയാം നൈറ്റ് ബ്ലൈൻഡ്നെസ്, then there will be anemia and preterm deliveries in mother. But vitamin A deficiency in the complications, maternal complications ആണ് ഇവിടെ പറഞ്ഞത്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അനീമിയയും അതേപോലെ പ്രീടേം ഡെലിവറീസും, അതായത് ഗസ്റ്റേഷണൽ ഏജ് കംപ്ലീറ്റ് ആവാതെ ഡെലിവറി ചെയ്യാം. അപ്പൊ the complications of vitamin A deficiency in mother is night blindness, anemia and preterm deliveries. And when come into the cases of newborn, the complication is birth asphyxia. Asphyxia എന്ന് പറഞ്ഞാല് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ. അത് ഓക്സിജൻ കിട്ടാതെ ബോഡി ഭയങ്കര ബ്ലൂ കളറൊക്കെ വരില്ലേ, ആ കണ്ടീഷനാണ് ബർത്ത് ആസ്ഫിക്സിയ. And it is the complication of vitamin E deficiency. Maternal vitamin A deficiency കൊണ്ട് ന്യൂബോണിന് വരുന്ന കോംപ്ലിക്കേഷൻ ആണ് ബർത്ത് ആസ്ഫിക്സിയ. Then next, when serum retinol level is less than 20 microgram per deciliter, then there is increased chance for preterm deliveries and higher risk of hypertension. So when serum retinol level എന്ന് പറഞ്ഞാൽ blood retinol level, blood. അപ്പൊ serum retinol level less than 20 microgram per deciliter ആണെങ്കിൽ then there will be, it is associated with preterm deliveries and higher risk of hypertension. Okay, this is another complication of vitamin A deficiency in mother. Okay, in order to correct this condition, a daily supplementation of 6000 international unit, that unit for about 12 weeks improves the condition.
അപ്പൊ സിറം റെറ്റിനോൾ ലെവൽ അല്ലെങ്കിൽ വൈറ്റമിൻ ബ്ലഡിൽ വൈറ്റമിൻ എന്റെ ലെവല് ലെസ് ദാൻ 20 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ പെർ 100 ml. ഒരു 100 ml ബ്ലഡ് എടുത്ത് നോക്കിയാൽ ലെസ് ദാൻ 20 മൈക്രോഗ്രാം ആണ് vitamin A level എങ്കിൽ it is associated with or the complication is preterm deliveries and higher risk of hypertension. ഈ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി there must be a daily supplementation of 6000 international unit. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. This is about vitamin A. അപ്പൊ റിക്വയർമെന്റ് ആദ്യ റിക്വയർമെന്റ് അല്ലെങ്കിൽ ബീറ്റാ കരോട്ടിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 6400 മൈക്രോഗ്രാം ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇതിന്റെ കോംപ്ലിക്കേഷൻ മെറ്റേണൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അനീമിയും പ്രീടേം ഡെലിവറീസും ഒക്കെയാണ്. ഇൻഫന്റിലാണെങ്കിൽ അല്ലെങ്കിൽ നിയോനേറ്റൽ ബേബിയിലാണെങ്കിൽ the condition is birth asphyxia. Then if the serum retinol level is less than 20 microgram, then there requires a daily supplementation of 6000 international unit for about 12 weeks. എന്നാൽ മാത്രമേ serum retinol level increase ചെയ്യുള്ളൂ. And this is about vitamin A. The next nutrient is vitamin D. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയും കാൽഷ്യം തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. എന്താ റിലേഷൻ എന്ന് വെച്ചാല് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ദ മിനറൽ വൈറ്റമിൻ ഡി ഇസ് റിക്വയർഡ്. അതുപോലെ അയണിന്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ സി വേണം. ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് നീഡഡ് ഫോർ എൻഹാൻസിങ് ദ മെറ്റേണൽ കാൽഷ്യം അബ്സോർപ്ഷൻ. മദറിന്റെ ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ഇസ് റിക്വയർഡ്. Vitamin D is highly essential as it enhances maternal calcium absorption. And the active form of vitamin D is calcidiol and calcitriol. Calcidiol and calcitriol. These are the active form of vitamin D. Okay, vitamin D. Appo placentale mother's body in placentale cross cheyanallo fetus il ettanengil, and it is in the form of calcidiol and calcitriol. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ബാക്കിൽ കാണാം കാൽസിഡിയോൾ അല്ലെങ്കിൽ കാൽസിട്രിയോൾ എന്നൊക്കെ. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇറ്റ് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി. ശ്രദ്ധിക്കുക, ആക്റ്റീവ് ഫോം ഓഫ് കാൽഷ്യം അല്ല, ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി. ഓക്കെ, and the maternal deficiency, the deficiency of vitamin D in mother causes neonatal hypocalcemia. അപ്പൊ മദറിന്റെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ it affects fetus and causes neonatal hypocalcemia. അതായത് കുട്ടിക്ക് ഹൈപ്പോകാൽസീമിയ, കാൽസ്യം കുറവ്. ഹൈപ്പോ മീൻസ് കുറവ്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. അപ്പൊ നിയോനേറ്റൽ, നിയോ മീൻസ് ന്യൂ പുതിയ എന്നുള്ളത്. അപ്പൊ നിയോനേറ്റൽ എന്ന് പറഞ്ഞാല് ന്യൂ ബോൺ ബേബി, ഹൈപ്പോകാൽസീമിയ, കാൽസ്യം ഡെഫിഷ്യൻസി. So maternal deficiency of vitamin D results in neonatal hypocalcemia. അപ്പോൾ അതാണ് ഡെഫിഷ്യൻസി പറയുന്നത്. ഇനി എക്സസ് ആണെങ്കിൽ ടോക്സിസിറ്റി, വൈറ്റമിൻ ഡി എക്സസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് അതിറോസ്ക്ലെറോസിസ്, ഹൈപ്പർ കാൽസീമിയ, then calcium deposits in various vital organs and mental retardation in infants. വൈറ്റമിൻ ഡിന്റെ ടോക്സിസിറ്റി അല്ല ഡെഫിഷ്യൻസി ആണെങ്കിൽ നിയോനേറ്റൽ ഹൈപ്പോകാൽസീമിയ, ടോക്സിസിറ്റി ആണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ അതിറോസ്ക്ലീറോസിസ്. അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ഡിസീസ് ആണ്. ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് വെസൽസിൽ, ഹാർട്ടിലേക്കൊക്കെ പോണ ബ്ലഡ് വെസൽസിൽ എന്തുണ്ടോ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ്, അതായത് മിനറൽ ഡെപ്പോസിറ്റ്സ് ഫാറ്റ് ഡെപ്പോസിറ്റ്സും കൂടി കൂടുക. ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും, അതുകൂടെ അതിന്റെ കൂടെ മിനറൽ ഡെപ്പോസിറ്റ്, അതായത് വൈറ്റമിൻ ഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാൽഷ്യം അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാന്നാണ് അല്ലെ. അപ്പൊ കാൽഷ്യം അതേപോലെ ഫാറ്റ് ഒക്കെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് ഒക്കെ വരുമല്ലോ, ആ ഒരു സ്റ്റേജ് ആണ് അതിറോസ്ക്ലെറോസിസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹാർട്ട് ഡിസീസ്. ദെൻ ഹൈപ്പർ കാൽസീമിയ. അപ്പൊ ഹൈപ്പോകാൽസീമിയ എന്ന് പറയുമ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി, ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുമ്പോൾ കാൽസ്യത്തിന്റെ എമൗണ്ട് കൂടുതൽ, ഹൈപ്പർ. And also, besides this, calcium may deposits in various vital organs. ഇപ്പൊ ബ്രെയിനിലെ ബ്ലഡ് വെസൽസിനൊക്കെ എടുത്ത് അഫക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രോക്ക് ഒക്കെ വരും അല്ലെ. അപ്പം ഓരോരോ ഭാഗത്തേക്ക് ഓരോ ബ്ലഡ് വെസൽസിൽ ഏത് ബ്ലഡ് വെസൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡിസീസ് മാറും. And sometimes it results in mental retardation.
ഇൻഫൻസിലെ മെന്റൽ റിട്ടാർഡേഷനും കാരണമാവാം. അപ്പൊ എക്സസീവ് വൈറ്റമിൻ ഡി results in calcium deposits in various blood vessels and may cause the diseases like atherosclerosis, hypercalcemia, then calcium deposit in various vital organs, and this sometimes results in mental retardation. Vitamin D ക്ക് അങ്ങനെ RDA ഇല്ല. RDA table നോക്കിയാൽ മനസ്സിലാവും vitamin D ക്ക് specified RDA ഇല്ല. Then moving to the next nutrient, that is vitamin E. Vitamin E. Vitamin E in the major function it plays a major role in reproduction. Reproduction participate in an important vitamin and vitamin E and reduces number of spontaneous abortions and stillbirths. Abortions and stillbirths vitamin E have many an important role in reproductive process and reduces number of spontaneous abortions and stillbirth. അപ്പോൾ ഇത് vitamin E deficiency ഉണ്ടെങ്കിൽ spontaneous abortions ഉണ്ടാവും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. മനസ്സിലാക്കുക vitamin E it is not been reported that the deficiency of vitamin E results in spontaneous abortions, but in cases of spontaneous abortions the supplementation of vitamin E improved the condition. എന്ന് പറഞ്ഞാൽ vitamin E ന്റെ ഡെഫിഷ്യൻസി കൊണ്ട് സ്പോണ്ടേനിയസ് അബോർഷൻസ് ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഇങ്ങനെ സ്പോണ്ടേനിയസ് അബോർഷൻസ് ഉണ്ടാവുന്ന കേസസിൽ ലേഡീസിൽ വൈറ്റമിൻ ഇ സപ്ലിമെന്റ് ചെയ്തപ്പോൾ കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ട് ഉള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഹാവ് എ റോൾ ഇൻ റീപ്രൊഡക്റ്റീവ് പ്രോസസ് ആൻഡ് റെഡ്യൂസസ് number of spontaneous abortions and stillbirths. It have been reported or it is beneficial to those ladies who have repeated spontaneous abortions. Okay? The next nutrient is vitamin K. Vitamin K. This is the only vitamin which helps in blood coagulation. Blood coagulation എന്ന് പറഞ്ഞാൽ blood clotting. ഇപ്പൊ hemorrhage ഒക്കെ ഉണ്ടെങ്കിൽ blood bleed ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ കെ ഇല്ലാത്തവർക്ക് അത് ബ്ലീഡിംഗ് ടൈം കൂടും, അതായത് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യും. വൈറ്റമിൻ കെ ഇസ് നോൺ ആസ് ബ്ലഡ് ക്ലോട്ടിംഗ് വൈറ്റമിൻ, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് ആന്റി ഹെമറേജിക് വൈറ്റമിൻ. ആന്റി ഹെമറേജിക് വൈറ്റമിൻ, ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടിട്ട് ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നതിനെ നമ്മൾ ഹെമറേജ് എന്ന് പറയും. അപ്പൊ ആന്റി മീൻസ് ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ്. അപ്പൊ ആന്റി hemorrhagic vitamin ആണ് vitamin K, or it is otherwise known as blood coagulation vitamin. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത് ബ്ലഡ് കോയാഗുലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ആണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോത്രോംബിൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് കോയാഗുലേഷൻ. ബ്ലഡ് കോയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിംഗ് അതൊരു പ്രോസസ് ആണ്. അതിൽ കുറെ സ്റ്റെപ്പ് ഉള്ള ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം ഒരു മുറിവുണ്ടായ പെട്ടെന്ന് നമുക്ക് മുറിവ് നിൽക്കുന്നത് പറഞ്ഞത് പെട്ടെന്നാണെങ്കിലും അതിന്റെ പിന്നിൽ കുറെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഒരു സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ എന്നുള്ളത്. ഒരു പ്രോട്ടീൻ ആണ് പ്രസന്റ് ഇൻ അവർ ബ്ലഡ്. അപ്പം ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോത്രോംബിൻ, ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ, the vitamin K is needed, and the prothrombin is essential for blood coagulation. So this vitamin K is essential for preventing neonatal hemorrhage. Neonatal അതായത് കുട്ടിക്ക് ഉണ്ടാവുന്ന ഹെമറേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് this vitamin K is given. ഈ വൈറ്റമിൻ കെ ആന്റി ഹെമറേജിക് വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഡെലിവറി ലേബറിന്റെ സമയത്തൊക്കെ വൈറ്റമിൻ കെ ചില ആൾക്കാരിൽ ഇതേപോലെ കുത്തിവെക്കും, സപ്ലിമെന്റ് ചെയ്യും. ഇറ്റ് ഈസ് ഫോർ ഹെമറേജിന് അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനൊക്കെ ചാൻസസ് കൂടുതലുള്ള ആൾക്കാരിൽ വൈറ്റമിൻ കെ is given during labor and deliveries for the stimulation of prothrombin, thereby reduces blood coagulation. Then this is about fat soluble vitamins. Fat soluble vitamins നമ്മൾ ഇന്ന് പഠിച്ചു. വൈറ്റമിൻ എ പഠിച്ചു, then vitamin D, then vitamin E, vitamin K. These four vitamins are known as fat soluble vitamins. Fat soluble first class പറഞ്ഞു. fat soluble vitamins എന്ന് പറഞ്ഞാൽ those vitamins which are not soluble in water. വാട്ടറിൽ soluble ആവാത്ത വൈറ്റമിൻസിനെ നമ്മൾ fat soluble vitamins എന്ന് പറയാം. These are of four types: vitamin A, vitamin D, vitamin E, vitamin K. Okay.
Then next we are moving to the water soluble vitamins. Water soluble vitamins. And first ഇതാണ് B1, vitamin B1 അല്ലെങ്കിൽ thiamine. B1 or thiamine. അപ്പം RDA ടാബ്ലറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം നോർമൽ വിമന് സെഡൻഡറി മോഡറേറ്റ് ഹെവി ഉണ്ടാവും അല്ലെ. സെഡൻഡറി വർക്കർക്ക് ആണെങ്കിൽ 1, മോഡറേറ്റ് ആണെങ്കിൽ 1.1 മില്ലിഗ്രാം. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഹെവി വർക്കർക്ക് ആണെങ്കിൽ 1.4. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 0.2 മില്ലിഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെഡൻഡറി വർക്കിംഗ് പ്രഗ്നന്റ് വിമൻ ആണെങ്കിൽ തൈമിൻ റിക്വയർമെന്റ് വിൽ ബി 1.2. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ ഒക്കെ പ്ലസ് 0.2 ആഡ് ചെയ്ത് കൊടുക്കുക മില്ലിഗ്രാം. അതാണ് അതിന്റെ അഡീഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ തൈമിനും അതേപോലെ റൈബോഫ്ലേവിൻ പിന്നെ നിയാസിൻ ഇതൊക്കെ B1, B2, B3 എന്ന് പറയുന്ന ഈ വൈറ്റമിൻസും ഒക്കെ കാലറി ആയിട്ട് റിലേറ്റഡ് ആണ്. എനർജി അപ്പൊ നമുക്ക് എനർജി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൈമിനും റൈബോഫ്ലേവിനും നിയാസിനും ഒക്കെ കൂടും. അതെന്തുകൊണ്ടാ വെച്ചാല് ഇപ്പൊ നമുക്ക് എനർജി കൂടുക പറഞ്ഞാൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം ആണല്ലോ. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഗ്ലൂക്കോസ് മെറ്റബോളിസം ആണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിച്ചാൽ എനർജി കിട്ടണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവണല്ലോ. ഗ്ലൂക്കോസിനാണ് നമുക്ക് എനർജി കിട്ടുക. അപ്പൊ ഇങ്ങനെ ഗ്ലൂക്കോസ് ആവണം അവിടെ കുറെ മെറ്റബോളിസം നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. മെറ്റബോളിസം നടന്നാലേ ഗ്ലൂക്കോസ് ആവുള്ളൂ. അപ്പൊ ഗ്ലൂക്കോനിയോജെനിസിസ്, ഗ്ലൈക്കോജിനോലൈസിസ്, ഗ്ലൈക്കോലിസിസ്, HMP ഷണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെറ്റബോളിക് പ്രോസസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ. ഈ മെറ്റബോളിസത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് തൈമിനും റൈബോഫ്ലേവിൻ, നിയാസിനും ഒക്കെ. അതെങ്ങനെ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടല്ല. ഇപ്പൊ തൈമിൻ ആണെങ്കിൽ തൈമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, തൈമിൻ തൈറോപൈറോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് TPP എന്നൊക്കെ പറയുന്നത് പഠിക്കാനില്ല. അതേപോലെ ഫ്ലാവിൻ അഡിനോഫോസ്ഫേറ്റ് FAD ഇതൊക്കെ ഉണ്ട്. ദിസ് ആർ എൻസൈംസ് ആണ് ഈ മെറ്റബോളിസത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ്. അതായത് ഈ എൻസൈംസ് ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റബോളിസം നടക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഈ എൻസൈംസിന്റെ കോഫാക്ടർ ആയിട്ടാണ് ഈ വൈറ്റമിൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, തൈമിൻ, റൈബോഫ്ലേവിൻ, നിയാസിനും ഒക്കെ. എന്താണ് പറയണെന്ന് വെച്ചാല് അപ്പൊ കാലറി കൂടുന്നതിനനുസരിച്ച് ഈ തൈമിനും റൈബോഫ്ലേവിൻ, നിയാസിൻ റിക്വയർമെന്റ് ഒക്കെ കൂടും. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കണേ. For every 1000 calories there will be an increase of 0.5 milligram. 0.5. അപ്പൊ ഒരു 1000 കാലറി കൂടുന്നുണ്ടെങ്കിൽ 0.5 മില്ലിഗ്രാം തൈമിൻ റിക്വയർമെന്റ് കൂടും. ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസിൽ എനർജി റിക്വയർമെന്റ് കൂടുതലാണല്ലോ. എനർജി റിക്വയർമെന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തൈമിൻ റിക്വയർമെന്റും അതിന്റെ ആനുപാതികമായിട്ട് കൂടും. For 1000 calories the increase is 0.5 milligram. ഓക്കെ. അതേപോലെ തൈമിന്റെ കേസ് ആണ് അത്. ഒരു സൈഡിൽ എഴുതി വെക്കട്ടോ. തൈമിന്റെ കേസ് ആണ് അത്. ജനറൽ കാര്യമാണ്. അപ്പൊ ഇനി റൈബോഫ്ലേവിന്റെ കേസ് ആണെങ്കിൽ ഇൻക്രീസ് ഇസ് for 1000 calories. For 1000 calories it is 0.3 milligram per day. 0.3 അല്ല 0.3 അല്ല സോറി 0.6. നിയാസിൻ ആണെങ്കിൽ 2 മില്ലിഗ്രാം. അപ്പൊ 1000 കാലറി കൂടുന്നതനുസരിച്ച് 0.5 മില്ലിഗ്രാം തൈമിൻ കൂടും. അതുപോലെ റൈബോഫ്ലേവിൻ ആണെങ്കിൽ 0.6 മില്ലിഗ്രാം കൂടും. നിയാസിൻ ആണെങ്കിൽ +2 മില്ലിഗ്രാം. ഓക്കെ. ദിസ് ഈസ് അബൌട്ട് ദ റിക്വയർമെന്റ്. അപ്പൊ നമ്മൾ തൈമിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് B1 തൈമിൻ B1. The requirement is increased by 0.2 milligram per day. Thiamine is otherwise known as B1. The normal urinary excretion of thiamine drops in pregnant lady. That means the most is retained. അതായത് ഇപ്പൊ നോർമൽ വിമനിൽ കാണുന്ന യൂറിനില് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണുന്ന തൈമിൻ അത്ര തന്നെ പ്രഗ്നന്റ് വിമനിലെ യൂറിനിൽ കാണില്ല. മനസ്സിലായോ? അതായത് അബ്സോർബ് ചെയ്യാത്ത സംഭവങ്ങളാണ്, ബോഡി അബ്സോർബ് ചെയ്യാത്ത സംഭവങ്ങളാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുക. യൂറിൻ കൂടിയും ഫീസസ് കൂടിയും സ്വെറ്റ് കൂടി ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് നോർമൽ കേസിൽ ഒരു വിമന്റെ യൂറിനിൽ കാണുന്ന അത്ര തന്നെ തൈമിൻ ഒരു പ്രഗ്നന്റ് ലേഡിയിൽ കാണില്ല. ദാറ്റ് മീൻസ് കൂടുതലായിട്ട് ബോഡി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് കൂടുതലായിട്ട് ബോഡി അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അഡാപ്റ്റേഷൻ ആണ് അത് അല്ലെ. മെറ്റബോളിസത്തിൽ ചേഞ്ചസ് വരും അല്ലെങ്കിൽ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ കാൽഷ്യത്തിന്റെ കേസിലാണെങ്കിൽ 2 to 5 times കൂടുതലായിട്ട് അബ്സോർപ്ഷൻ നടക്കും നോർമൽ ലേഡിനെ കമ്പയർ നോക്കുമ്പോൾ. അതേപോലെ തൈമിന്റെ
retainment കൂടുതലാണ്. It has been proved that thiamine in some thiamine helps to relieve nausea of pregnancy. ഇപ്പൊ pregnancy ഉണ്ടാവുന്ന മോർണിംഗ് സിക്നെസ് ആയ nausea എന്ന് പറഞ്ഞാല് ഓക്കാന പറയാം. അപ്പൊ നോസിയ ഒരു മോർണിംഗ് സിക്നെസ് ആണ് അധിക pregnant ലേഡീസിലും കാണുന്നത്. So the enough thiamine in our body helps to relieve nausea of pregnancy. Okay, this is about thiamine. Next nutrient is riboflavin. Riboflavin എന്ന് പറയുമ്പോൾ RDA is increased by 0.3 milligram per day. 0.3 milligram per day. അപ്പൊ இந்த കേസില് ഇപ്പൊ RDA ടാബ് എടുത്ത് നോക്കുക. അപ്പൊ മനസ്സിലാവും സെഡൻറ്ററി വർക്കർക്ക് ഒരു നോർമൽ സെഡൻറ്ററി വർക്കിംഗ് ഫീമെയിലാണെങ്കിൽ RDA 1.1 ആണ്. അപ്പോൾ when we come to in the case of pregnant ladies, it will be increased by additional 0.3. അപ്പൊ എന്തായി 1.4 ആയി. Okay, അങ്ങനെ RDA is increased by 0.3 milligram per day, and the increase is due to the increase in maternal body size. മദറിന്റെ ബോഡി സൈസ് കൂടുന്നതനുസരിച്ച് അതുപോലെ ഗ്രോത്ത് ഓഫ് ഫീറ്റസ് ആൻഡ് അസസറി ടിഷ്യൂസ്. അസസറി ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഫീറ്റസിന്റെ കൂടെയുള്ള അസസറി ടിഷ്യൂസ് പറയുമ്പോൾ പ്ലാസന്റ അങ്ങനത്തെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. കേൾക്കുന്നു പറയും മാം. നേരത്തെ റൈബോഫ്ലാവിന്റെ പറഞ്ഞത് 0.6 milligram per day അല്ലേ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞത്? 4000 calories ഒരു കാര്യമാണ്. ഇത് ആദ്യം increased by 0.3 milligram. Okay, the increase is due to the increase in maternal body size, that is mother's body size കൂടുന്നതനുസരിച്ച്, and also with an increase of growth in fetus and accessory tissues. Accessory tissues means placenta, amniotic fluid അങ്ങനെ. അപ്പൊ അതിന്റെയൊക്കെ ഗ്രോത്തും ഡെവലപ്മെന്റും ഉള്ളതുകൊണ്ട് തന്നെയാണ് റൈബോഫ്ലേവിന്റെ റിക്വയർമെന്റ് കൂടി വരുന്നത്. And the deficiency of riboflavin interfere with cartilage formation. Cartilage എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവും, ബോണ്, കാർട്ടിലേജ്, മസിൽസ് ഒക്കെ പറഞ്ഞ. കാർട്ടിലേജിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ചെവിന്റെ പിന്ന അല്ലെ, ചെവി ഇങ്ങനെ പിടിച്ചു നോക്കിയാല് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കാർട്ടിലേജ്. ഇപ്പൊ എന്താ കാർട്ടിലേജ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ കാർട്ടിലേജിന്റെ ഫോർമേഷനൊക്കെ അഫക്ട് ചെയ്യും റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, which will result in shortening of long bones and fusion of ribs. Ribs എന്ന് പറഞ്ഞാല് റിബ്സിന്റെ മലയാളം വാരിയല്. ഓക്കെ, അപ്പം ലോങ് ബോൺസിന്റെ ഷോർട്ടനിങ് അതുപോലെ റിബ്സിന്റെ ഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും if there is lack of riboflavin. Riboflavin deficiency interfere with the cartilage formation, results in shortening of long bones and fusion of ribs. Okay, this is about riboflavin. Next is niacin. ഇപ്പൊ നിയാസിനും കാലറി കൂടുന്നതിനനുസരിച്ച് കൂടുന്ന ഒരു ന്യൂട്രിയന്റ് ആയതുകൊണ്ട് തന്നെ RDA is increased by 2 milligram. അപ്പൊ ഒരു അഡൽട്ട് വുമന് 12 milligram ആണെങ്കിൽ RDA 14 ആവും. അഡീഷണൽ ആയിട്ട് 2 milligram കൂടും. And this increase is corresponding to increase in calories. Okay.